ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്. അതായത് ബാങ്ക് ജോലിയല്ലേ, അപ്പോൾ സ്ട്രെസ് ഇല്ലേ, ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആയിരിക്കുമോ, നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ സാറിന് എന്താണ് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്? എഗെയിൻ ഞാൻ മുമ്പ് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിൽ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ആസ്പെക്റ്റ് പറഞ്ഞു, സെൽഫ് ബിലീഫിൻ്റെ ആസ്പെക്റ്റ് പറഞ്ഞു. സ്ട്രെസ് എന്നൊരു കാര്യം ഏത് ജോലിക്കുണ്ട്. എവിടെയാണ് സ്ട്രെസ് ഇല്ലാത്തത്? എല്ലാ വർക്കിംഗ് ഫീൽഡിലും. ഒരു ഓപ്പൺ ഹാർട്ട് സർജറി നടത്തുന്ന ഒരു സർജൻ്റെ കാര്യം ആലോചിക്കൂ. അദ്ദേഹത്തിൻ്റെ ആ സർജിക്കൽ നൈഫിൻ്റെ പോക്കനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതം നിലനിൽക്കാൻ പോകുന്നത്. അവർക്കെന്താ സ്ട്രെസ് ഇല്ലേ? വലിയ പാലങ്ങൾ പണിയുന്ന എഞ്ചിനീയർമാരോട് ചോദിച്ചു നോക്കൂ, അതിൻ്റെ മേജർ സ്ട്രക്ചർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ അവർക്കുണ്ടാകുന്ന പ്രഷർ എത്ര? എല്ലാ ജോലിക്കും പ്രഷറുണ്ടാകും. ബാങ്ക് ജോലിക്കും തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രഷറുണ്ട്. ഇനി വർക്ക് ലൈഫ് ബാലൻസ്, ഇതും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ പാർട്ടാണ്. എനിക്കെൻ്റെ ജോലി വേണം, അതിൻ്റെ ഒപ്പം എനിക്കെൻ്റെ ജീവിതവും വേണം. ഇത് രണ്ടും രണ്ടായിട്ട് കാണാതെ ഇത് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക ഭാവം. തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാകും. ടാർഗറ്റോ കാര്യങ്ങളോ വരുന്ന സമയത്തൊക്കെ അതിൻ്റേതായ പ്രഷർ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഏത് പ്രഷറും നമ്മളപ്പുറം കിടക്കില്ലേ? നമ്മൾ വെള്ളം ഒഴുകുന്ന ആലോചിച്ച് നോക്കൂ. ഒരു കല്ല് തടസ്സപ്പെടുത്തുന്നു, വെള്ളം ആ കല്ലിൻ്റെ അവിടെ വരുന്നു, മാറി അതിൻ്റെ ഇപ്പുറത്തും കൂടെ ഒഴുകിപ്പോകുന്നു. നമുക്ക് എപ്പോഴും ഒരു വഴി അവിടെ അവൈലബിൾ ആണ് അവിടെ. പക്ഷേ ഇത് സ്ട്രെസ്സിനെ പറ്റി ആലോചിച്ച് കൂടുതൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസേഷൻ Y2K എന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. 2000 ഈ ഒരു സഹസ്രാബ്ദം മാറുമ്പോൾ വരുന്നൊരു ഇഷ്യൂ. എന്ത് വലിയൊരു പ്രോബ്ലമാണത് ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന് അറിയൂ. എന്നിട്ട് ഞങ്ങളെല്ലാവരും അന്ന് രാത്രി 12 മണിക്ക് ഞാനിന്ന് ഭോപ്പാലിലായിരുന്നു, ബാങ്കിൽ പോയിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബാക്കപ്പ് മെഷേഴ്സ് എല്ലാം ചെയ്തിട്ട് എന്തുമാത്രം പ്രഷറായിരുന്നു ആ സമയത്ത് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരുന്നത്. 1 മണി ആയപ്പോഴത്തേക്ക് എല്ലാവരും എന്നുള്ള ആഹ്ലാദത്തോടു കൂടി ആ പ്രഷർ അപ്പുറത്ത് കിടന്നു. ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞോ അറിയാതോ എന്തെല്ലാം പ്രഷറിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കിടക്കുന്നു. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നു, ഒരു വഴി ബ്ലോക്കാണ്. എന്താ വഴി പോകണ്ടാന്ന് നിൽക്കുമോ? നമ്മൾ തിരിച്ചു വന്ന് അപ്പുറത്തെ വഴി കണ്ടുപിടിക്കും, വേറൊരു വഴിക്ക് നമ്മൾ എത്തും അവിടെ. കാരണം എന്താ? നമുക്കവിടെ എത്തണം. അതാണ് പ്രധാനം. ഇവിടുത്തെ ഈ ബ്ലോക്കല്ല പ്രധാനം. ഇതുപോലുള്ള പ്രഷർ കയ്യിൽ തീർച്ചയായിട്ടും വരികയാണെങ്കിൽ പോലും അതിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് എടുക്കാതെ കളക്റ്റീവായിട്ട് നമ്മുടെ കൂടെയുള്ള വ്യക്തികളുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പോംവഴിയുണ്ട്. പ്രഷറുണ്ട്, പക്ഷെ അത് സ്ട്രെസ്സാക്കി മാറ്റരുത്. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞു, അത് ഡിസ്ട്രെസ്സായി മാറി നമ്മുടെ ജീവിതം തന്നെ പരാജയമായിട്ട് മാറുന്നു. എന്തിനിങ്ങനൊരു ജോലിക്ക് വന്നു? എൻ്റെ അടുത്ത് തന്നെ ചില കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവരോട് വ്യക്തിപരമായിട്ട് ഞാൻ ഇൻഡിവിജ്വലി അവരുടെ റുട്ടീൻ നമ്മൾ അനലൈസ് ചെയ്ത് വരുമ്പോൾ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട്. ഒരു ഇഷ്യൂ വന്നാൽ ഫേസ് ഇറ്റ്, അത് ഫേസ് ചെയ്ത് അപ്പുറം കിടക്കാൻ പറ്റും. പറ്റാതിരിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. എത്രയോ ലക്ഷക്കണക്കിന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോഴും. നിങ്ങൾ ആ കൂട്ടത്തിലൊരാൾ, നിങ്ങൾ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിന്നാൽ യു വിൽ ബി കിക്ക്ഡ് ഔട്ട്. പക്ഷേ ഇത് ഫേസ് ചെയ്യാൻ പഠിക്കണം, അതല്ലേ ലൈഫ്. എന്നും നമുക്കൊരു റോസ് ബെഡാണോ എപ്പോഴും? അല്ല. ഇഷ്യൂ വന്നാൽ അതിനെ ഫേസ് ചെയ്യണം. ഞങ്ങളൊക്കെ ഔട്ട്സൈഡ് കേരളത്തിൽ പോയ സമയത്തൊക്കെ എന്തുമാത്രം പ്രഷർ ഫേസ് ചെയ്തിരിക്കുന്നു. ഭാഷ അറിയില്ല, ഇന്നത്തെ പോലെ മൊബൈലില്ല. ഞാനൊക്കെ ലക്നൗവിൽ 1980 എത്തിയ സമയത്ത് 4 ദിവസം കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ അറിഞ്ഞുള്ളൂ ഞാനവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്. ടെലഗ്രാം അയച്ചാൽ എത്തണമല്ലോ ഇവിടേക്ക്. അപ്പോൾ ഇതൊക്കെ കണക്കാക്കുമ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ ലക്കിയാണ്. സ്ട്രെസ് എന്നൊരു വാക്ക് ആവശ്യമില്ലാതെ ഇൻവെൻറ്റ് ചെയ്ത് അതിൻ്റെ പേരിൽ വിഷമിക്കുകയാണ്. നോ റീസൺ ഫോർ യു ടു വറി അബൌട്ട് ഇറ്റ്.